കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് ഞാൻ ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് മെയിൽ അയച്ചത്. പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം 25-നാണെന്ന് തോന്നുന്നു, 6-7 ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു ഓഫീസിലൊരു മെയിൽ കിട്ടിയിരുന്നു. അതിൽ അന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി കാണാൻ നമുക്ക് സൗകര്യമുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെ ഓഫീസുമായിട്ട് കൂടി എൻ്റെ ഓഫീസ് ആശയവിനിമയം നടത്തി. അദ്ദേഹത്തിൻ്റെ കൂടി സൗകര്യമുള്ള 3 ദിവസങ്ങൾ അറിയിച്ചിരുന്നു. അപ്പോൾ കേരള ഹൗസിൽ നിന്ന് റെസിഡൻറ്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് ഇന്ന് അപ്പോയിൻമെൻറ്റിന് സൗകര്യമുണ്ട് എന്നുള്ളത് അറിയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ആശമാരുടെ അടക്കമുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമോ? തീർച്ചയായിട്ടും അതെ. ആശമാരുടെ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം, അതോടൊപ്പം തന്നെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ അവരെ കൊണ്ടുവരുന്ന കാര്യം, അതുൾപ്പെടെയുള്ള 3-4 വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി കഴിഞ്ഞ തവണ ഞാൻ റെപ്രസെൻറ്റേഷൻ നൽകിയിരുന്നു. ഇന്ന് വീണ്ടും നൽകും. അതെല്ലാം ഞാൻ നേരത്തെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം നേരത്തെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ സമരം അടുത്ത ഘട്ടത്തിലേക്ക് അവർ മൊട്ടയടിച്ചുള്ള സമരത്തിലേക്ക് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് വന്നത്. അല്ല, ഞാൻ ഈ കൂടിക്കാഴ്ചയുടെ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ. നിരാഹാര സമരം തുടങ്ങുന്നതിന് മുൻപ് ഞാൻ അവരുമായിട്ട് ചർച്ച നടത്തി. 19-ാം തീയതി തന്നെയാണ് ഞാൻ മെയിൽ അയച്ചിരുന്നത്. 20-ാം തീയതി പാർലമെൻറ്റ് നടക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് 20-ാം തീയതിയിലേക്കാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് തേടിയിരുന്നത്. അന്ന് നിർഭാഗ്യവശാൽ കിട്ടിയില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് 25-നാണ് എന്ന് തോന്നുന്നു എൻ്റെ ഓഫീസിലേക്കൊരു മെയിൽ വന്നു. അതിൽ 20-ാം തീയതി കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി ഏത് ദിവസമാണ് കാണാൻ സാധിക്കുക എന്നുള്ളത്, അതായത് കൂടിക്കാഴ്ചയ്ക്കുള്ള സൗകര്യം ഏത് ദിവസമാണ് വേണ്ടത് എന്ന് ചോദിച്ച് 25-ാം തീയതി ഒരു മെയിൽ അയച്ചിരുന്നു. അപ്പോൾ കേന്ദ്രമന്ത്രിയുടെയും കൂടി സൗകര്യം ആശയവിനിമയത്തിലൂടെ അത് മനസ്സിലാക്കിയിട്ട് 3 ദിവസങ്ങൾ ഇവിടേക്ക് ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും എന്നുള്ളത് അറിയിച്ചിരുന്നു. 2 ഓഫീസുമായിട്ടും കൂടി ആശയവിനിമയം നടത്തി. അപ്പോൾ ഇന്ന് ഇവിടെ കേരള ഹൗസിൽ നിന്ന് റെസിഡൻറ്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും അതോടെ നമ്മുടെ ലൈസൺ അവിടെയുള്ള അവരും കൂടി അവരാണ് അറിയിച്ചത് ഇന്നത്തേക്ക് അപ്പോയിൻമെൻറ്റ് കേന്ദ്രമന്ത്രിയുടേത് ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ അവർ അറിയിച്ചതിൻ്റെ കേരള ഹൗസിൽ നിന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. ഉച്ച കഴിഞ്ഞിട്ട് കാണുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്.